നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമറമ്പ് ഗുരുത്തിലെ കർണാടക മാഷാണ്. ഇന്ന് ഞങ്ങൾ തരാൻ പോകുന്ന വീഡിയോ കഴുത്ത് ചുഴി എന്ന് പറഞ്ഞ മർമ്മസ്ഥാനമാണ്. അതായത് നോക്കി, ഇതാണ് എന്താ കഴുത്ത് ചുഴി. പ്രധാനപ്പെട്ട ഈ ഞരമ്പാണ് മുറിയുന്നത്. ഞരമ്പിൻ്റെ മുറിയുന്ന ഭാഗം ഒഴികെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെയാണ് കത്തി ഇറങ്ങുന്നത്. അവിടെ നമ്മൾ ആ സെക്കൻഡിൽ മരണമാണ് കേട്ടോ. ശബ്ദം പോലും ഉണ്ടാവില്ല, രക്തം വെളിയിലേക്ക് വരില്ല. ഇവിടെ മുറിഞ്ഞാൽ മുഴുവൻ രക്തം, ഈ ആൾ മറിഞ്ഞു വീണാലും തിരിഞ്ഞു വീണാൽ എങ്ങനെ വീണാലും രക്തം മുഴുവൻ കുടലിൻ്റെയും ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് നിറയുക എന്നുള്ളതാണ്, വെളിയിലേക്ക് വരില്ല. ചെറിയൊരു പാട് മാത്രം ഇവിടെ ഉണ്ടാകും. അതാണ് കഴുത്ത് ചുഴി മർമ്മസ്ഥാനം. ഇതിൻ്റെ മെയിനായിട്ട് കർണഞരമ്പാണ് മുറിഞ്ഞു പോകും. കർണഞരമ്പെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കാണിച്ച ആ മെയിൻ ഞരമ്പ് മുറിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ശബ്ദിക്കാൻ പോലും പറ്റാതെ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആൾ മരിച്ചു പോവുകയാണ്. അതിൻ്റെ കാരണം നോക്കി, കഴുത്ത് ചുഴി മർമ്മസ്ഥാനം ഉണ്ടോ, കഴുത്തിൽ നിന്നും 2 അംഗുലം മാറി അംസമർമ്മത്തിനും പൂണൂലെല്ലിനും മാംസളമായ കുഴിയിലാണ്. ഇതാണ് കുഴി. ഇതിന് രണ്ടാമത്തെ 2 വിരലേ മാറുന്നുള്ളൂ. ഇത് ഞരമ്പ് 2 അംഗുലം മാത്രം. 2ാമത്തെ അംഗുലത്തിലാണ് മർമ്മസ്ഥാനം. അതാണ് ഇവിടെ മുറിഞ്ഞാൽ രക്തം വെളിയിൽ വരികയില്ല. മുഴുവൻ രക്തവും ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് വീഴുകയും മിനിറ്റുകൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്യും. അതാണ് ഇത് മരണപ്പെട്ടു പോകും. അതിനകത്ത് രക്ഷപ്പെടുത്താൻ പറ്റില്ല. മിനിറ്റുകൾക്കുള്ളിൽ ആൾ മരിച്ചു പോകും. അപ്പം രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു മർമ്മസ്ഥാനത മുറിവ് പറ്റിയാലും നമ്മളെ സംബന്ധിച്ചോളം ഇയാൾക്ക് കുറേ കഴിഞ്ഞിട്ട് ഏറ്റു പോകാം. പക്ഷേ ഞരമ്പുകൾക്ക് വളരെ അതായത് തലയുടെ ഭാഗം മുഴുവൻ മരവിച്ചു പോകും. നമ്മൾ വിരലാണ് അമർത്തുന്നത്. ഈ വിരൽ അമർത്തുന്ന ശക്തിയായിട്ട് അമർത്തരുതും കേട്ടോ. പതിയെ കാണിച്ചു തരാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാരണവശാലും ആർക്കും ദോഷം വരുത്തരുത്. ശത്രുവാണെങ്കിൽ നമ്മളത് ചെയ്യും, അത് കാര്യം വേറെ. പക്ഷേ സ്നേഹിതരാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പ്രസ് ചെയ്യല. പ്രസ് ചെയ്താൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. നോക്കി ഫസ്റ്റിൽ ഞാൻ പിന്നിലേക്ക് ഇറക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 2 കൈയുടെ ഇതെല്ലാം മറ്റേ ഏറ്റിടാൻ കഴിഞ്ഞതാണെങ്കിലും 2 കൈ കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കുത്തിക്കവനെ ഇതാ കണ്ടോ, ഈ കൈ കൊണ്ടാണ് പിടിച്ചത്. നേരെ പൊക്കി പിടി. നോക്കിയേ, ഈ സ്റ്റെപ്പും കൈ കൊണ്ട് ഒരേപോലെയാണ്. കണ്ടോ, നോക്കിയേ വിരലിരിക്കുന്നുണ്ടോ, ഇതാണ്. ശ്രദ്ധിച്ച്, ഈ വിരലാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഈ നടുവിരലാണ് ഇറങ്ങാൻ പോകുന്നത്. കണ്ടോ, പിടിക്കുന്ന നോക്കി, ദാ വന്നു കഴിഞ്ഞു. കണ്ടോ, ആളിരുന്ന് പോവും, മറിഞ്ഞു വീഴും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിരലാണ് ഇറങ്ങിയത്. അവിടെ കത്തിയാ പോയെങ്കിൽ പോയി, ആൾ പോയി. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ആളെ നശിപ്പിക്കണ്ടല്ലോ. ഞങ്ങളുടെ ഈ വിദ്യ കാണാൻ നിന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.